Good morning, all. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിനടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിക്കാണോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകളുണ്ടോ? നമ്മളിങ്ങനെ കുറെ ഇയേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. വായിച്ചു നോക്കിയിരുന്നു. എവിടെ വരെയാ നമ്മള് പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എവിടെ വരെയായിരുന്നു നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് പോയിന്റ് ആണ്. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് അല്ലെ, അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ടുഡേ നമുക്ക് എടുത്തു തുടങ്ങേണ്ടത് ഗ്രാറ്റുവിറ്റി ആണ് അല്ലെ. നമ്മള് കണ്ടു അല്ലെ, എംപ്ലോയീസിന് കൊടുക്കുന്ന പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളെ കണ്ടു. അങ്ങനെ നമ്മള് സ്വമേധയ എംപ്ലോയർ ഒരുപക്ഷെ എംപ്ലോയീസിന് കൊടുക്കുന്ന കുറെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കമ്പൽസറി ആയിട്ട് അല്ലെ, മസ്റ്റ് ആയിട്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സിന് കൊടുക്കേണ്ട ചില ബെനിഫിറ്റുകളുണ്ട് അല്ലെ. അത് തീർച്ചയായിട്ടും അവരെ കൊടുത്തില്ല എങ്കിൽ നിയമ വ്യവസ്ഥകൾക്കൊക്കെ വിധേയമാകേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള 1-2 പോയിന്റ്സുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാറ്റുവിറ്റിയാണ്. എന്താണ് ഗ്രാറ്റുവിറ്റി പറയുന്നത്? ഗ്രാറ്റുവിറ്റിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് ടൈമിലാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുക? ഏതൊക്കെ സമയത്താണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുക? ഐഡിയ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അതായത് ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കൂടെ റിട്ടയർമെന്റിന്റെ ടൈമിലൊക്കെ കൊടുക്കാന്ന് പറയുന്നു. ഓക്കെ, അതെ, നമുക്കറിയാം റിട്ടയർമെന്റിന്റെ ടൈമിൽ കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു എംപ്ലോയറുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ, കേസ് നമുക്കറിയാം 1 വർഷം എന്താണ് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ഗ്രാറ്റുവിറ്റിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 1 വർഷം പോയി വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആവുകയാണെങ്കിൽ അവിടെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4-5 വർഷം എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിട്ടയർമെന്റിനോടനുബന്ധിച്ചാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. ചെറിയൊരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതായത് നമുക്കറിയാം ഒരു അല്ലെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റിട്ടേൺ ആണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഇനി നമുക്ക് മോർ എക്സ്പ്ലനേഷനിൽ നോക്കാം. ഇതിലെ കണക്കുകളൊന്നും നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ ഉള്ള കണക്കുകളാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എമൗണ്ട്സുകളൊന്നും ആ ഒരു കാലഘട്ടത്തില്, അതായത് അത് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്തിന്റെ ആ ഒരു എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷനൊന്നും നമുക്ക് ഇപ്പോഴും അതിന്റെ ഭേദഗതികളൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ ഇങ്ങനെയൊരു സിസ്റ്റം, അതായത് ഗ്രാറ്റുവിറ്റിയിലുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. ശരിയല്ലേ? അത് സ്റ്റാർട്ട് ചെയ്ത ഇയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ കുറച്ച് അമെന്റ്മെന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്രാറ്റുവിറ്റിയിൽ നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. അതായത് നിലവിലുള്ള തൊഴിലുടമയോട് കൂടെ ഒരുപാട് നാള് അല്ലെ, ഒരുപാട് നാള് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തതിനുള്ള ഒരു റിവാർഡാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്, ഒരു പാരിതോഷികം. ഫസ്റ്റ് സെന്റൻസ് ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത്? ഗ്രാറ്റുവിറ്റി ഈസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. അപ്പൊ ആ ഒരു എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാള് വർക്ക് ചെയ്തതിന്റെ, അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോഴേക്ക് വർക്ക് ചെയ്തതിന്റെ ഒരു പാരിതോഷികമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. This retirement benefit is given to an employee either on a retirement or at the time of a physical disability or to the dependents of the deceased employee. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു ഗ്രാറ്റുവിറ്റി എപ്പോഴൊക്കെയാണ് ലഭ്യമാകുന്നത്? ഇൻ കേസ് ആ ഒരു എംപ്ലോയി രോഗാവസ്ഥയിലായി പോവുകയാണ്, വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ടൈമുകളിൽ തന്നെ രോഗാവസ്ഥയിലായി പോകുന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി അദ്ദേഹത്തിന് വരുന്നു, ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വൈകല്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വരുന്നു, അതല്ല എങ്കിൽ എന്താണ് റിട്ടയർമെന്റ് ടൈമിലാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റിന് ആ ഒരു എംപ്ലോയി അർഹതപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പൂവാകം പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഫസ്റ്റ് മനസ്സിലാക്കിയെടുക്കുക, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രസന്റ് എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാളെ വർക്ക് ചെയ്തതിന് അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു പാരിതോഷികമാണ്. അതോടൊപ്പം തന്നെ പല രീതിയിൽ പല ടൈമുകളിൽ ഇദ്ദേഹത്തിന് അത് അർഹതപ്പെടാം. അതായത് ഇൻ കേസ് രോഗിയായിട്ട് അദ്ദേഹത്തിന് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസബിലിറ്റീസ് അല്ലെ വൈകല്യങ്ങൾ എന്തെങ്കിലും വന്നു ചേരുന്ന അവസ്ഥയിൽ വരുമ്പോൾ, അതല്ലെങ്കിൽ എന്താണ് സാധാരണ രീതിയിൽ പെൻഷൻ വീട്ടിൽ പോകുന്ന ആ ടൈമിലൊക്കെ ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റിക്ക് അദ്ദേഹം അർഹതപ്പെടും. Then it is payable to an employee on his superannuation or on his retirement or on his death or a disablement due to accident or a disease. അതായത് ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇത് ശരിക്കും യഥാർത്ഥത്തില് എംപ്ലോയിക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഘട്ടങ്ങൾ ഏതൊക്കെയാണുള്ളത് എടുത്ത് പറയാണ്. ഓൺ ആൻ എംപ്ലോയി ഓൺ ഹിസ് സൂപ്പറാനുവേഷൻ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മള് സാധാരണ രീതിയിൽ സമയത്തിനനുസരിച്ചിട്ട് തന്നെ റിട്ടയർ ചെയ്തു പോകുന്ന സമയം. ഓൺ ഹിസ് റിട്ടയർമെന്റ്, ചിലപ്പോൾ ചിലവരൊക്കെ വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുക്കും, സ്വമേധയാ റിട്ടയർമെന്റ് എടുക്കും അല്ലെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഓർ ഓൺ ഹിസ് ഡെത്ത്, കേസ് മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ, ജോലിയിൽ ഒരുപാട് നാള് ആ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഫോർ എ ഡിസേബിൾമെന്റ് ഡ്യൂ ടു ആക്സിഡന്റ്, ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയുടെ പിടിയിൽ പെട്ട് കഴിഞ്ഞാലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത്. Then gratuity is payable to all employees who have rendered a minimum continuous service of 5 years with the present employer. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ ഒരു എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാളെ ജസ്റ്റ് ഒരു 1 year വർക്ക് ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഒരു 4-5 മിനിമം ഒരു 5 വർഷമെങ്കിലും ആ എംപ്ലോയറോടൊപ്പം ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയാണ് എങ്കിലാണ് അദ്ദേഹത്തിന് എന്താണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. Then it is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or diseases. അതായത് 5 വർഷത്തോളം ഇവരോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള അല്ലെ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലൊക്കെ ആണ് ഈ വ്യക്തി പോകുന്നതെങ്കിലും എന്താണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ക്ലിയർ ആണോ പാരഗ്രാഫ്? ണോ? ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ നോക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് പൊക്കോട്ടെ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The payment of gratuity Act 1972 is applicable to the establishments in the whole nation. അതായത് നമുക്കറിയാം അല്ലെ, നാഷണൽ മുഴുവനായിട്ട് രാജ്യത്ത് ഉടനീളം ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു ഇതിന് അർഹതപ്പെടുന്നവരാണ്. അത് കൃത്യമായിട്ട് പറയുന്നു 1978 മുതൽ. Then provide for a scheme of a compulsory payment of all gratuity by the management of railways, factories, oil fields, then mines, then plantations, shops, and other establishments employing 10 or more persons to their employees, drawing monthly wages not exceeding 1,600 per month. അതായത് ആ കാലഘട്ടത്തിന്റെ തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ, ഒരു 1972 ഒക്കെ കാലഘട്ടത്തില് 1,600 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്. ആണോ?
ഇപ്പൊ നമുക്കറിയാം അത് ഒരു അതിന് അത്രയും മൂല്യമല്ല, ഒരു വിലയില്ലാത്തൊരു ഇതാണ് അല്ലെ, ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. പ്രധാനമായിട്ടും ഈ പോയിന്റ്സിൽ മനസ്സിലാക്കേണ്ടത് എല്ലാ അല്ലെ എല്ലാ തരത്തിലുള്ള തൊഴിൽ, അതായത് ഇന്ത്യസ് റെയിൽവേയിലാണെങ്കിലും ഫാക്ടറി വർക്കേഴ്സ് ആണെങ്കിലും ഓയിൽ സീഡ്സ്, അതേമാതിരി തന്നെ മൈൻസ് അല്ലെ നമ്മുടെ ഖനികളാണെങ്കിലും, അതേമാതിരി തന്നെ ഏത് അല്ലെ നമ്മുടെ പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളികളാണെങ്കിലും, എണ്ണ ശേഖരത്തിലെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മിനിമം അല്ലെ 10 more persons, അതായത് 10ൽ കൂടുതൽ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, അത് ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ പെട്ടുന്ന സ്ഥാപനമാണ് എങ്കിലും അവിടെ 10 അല്ലെ 10 നമ്പേഴ്സിനേക്കാൾ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനർഹതയുണ്ട്? ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അതായത് 10 അംഗങ്ങളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ വ്യക്തികൾ, അത് ഏത് സ്ഥാപനമാണെങ്കിലും നമ്മൾ കണ്ടു, ഫാക്ടറി തൊഴിലാളികളാണെങ്കിലും, എന്താണ് ഓയിൽ ഫീൽഡ്സ് അല്ലെ നമ്മുടെ ഖനികളാണെങ്കിലും, അല്ലെങ്കിൽ എണ്ണ സ്ഥാപനങ്ങൾ അല്ലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലേസുകളാണെങ്കിലും, ഖനികളിലാണെങ്കിലും, പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളികളാണെങ്കിലും, ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും 10 അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ എന്താണ് ആക്ടിവിറ്റി നടപ്പാക്കേണ്ട ഒരു കൃത്യമായ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുക അല്ലെ, അവിടെ സ്ഥാപിക്കപ്പെടേണ്ടതാണ്. ദെൻ അവിടെ വീണ്ടും എടുത്ത് പറയുന്ന മറ്റൊരു പോയിന്റ്, ടു ദെയർ എംപ്ലോയി ഡ്രോയിങ് മന്ത്ലി വേജസ് നോട്ട് എക്സീഡിങ് 1600 പെർ മന്ത്. അതായത് അവരുടെ മന്ത്ലി വേജസ് ഒരിക്കലും 1600 കൂടുതൽ ആവാൻ പാടില്ല അല്ലെ. ഡ്രോയിങ്സ് മന്ത്ലി വേജസ് നോട്ട് എക്സീഡിങ് 1600 പെർ മന്ത് എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ എമൗണ്ട് അല്ലെ. നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഇത് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഏജ് എന്താണ് എമൗണ്ട് ബാർ വെച്ചേക്കാണ്. 1600 രൂപയിലേക്കാൾ കൂടുതൽ വേജസ് കൈപ്പറ്റാത്ത ഏത് സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള വർക്കേഴ്സ്, അതായത് 10 more മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനങ്ങളിലും അവിടെ ഗ്രാറ്റുവിറ്റി സ്ഥാപിക്കപ്പെടേണ്ടതാണ്. അതായത് തൊഴിലുടമ തൊഴിലാളിക്ക് ഇന്ന സന്ദർഭങ്ങളിൽ റിട്ടയർമെന്റ് ടൈമിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഓക്കെ ആണോ? നമുക്കറിയാം ഇതിന്റെയൊക്കെ സ്ലാബ് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. അതിന് അത് മസ്റ്റായിട്ടും മനസ്സിലാക്കി പോണം. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദാറ്റ് സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദ gratuity payable to an employee shall be at the rate 50 days wages for every completed year of service or part thereof in excess of 6 months. അതായത് വീണ്ടും അവിടെ ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഓരോ വർഷത്തിലും നമുക്ക് അല്ലെ നമ്മൾ പറഞ്ഞു ഒരു 5 വർഷമെങ്കിലും തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഗ്രാറ്റുവിറ്റി കണക്കാക്കുമ്പോൾ എന്താണ് ഈ ഓരോ 5 വർഷത്തിലെയും എന്താണ് ഒരു 15 ദിവസത്തെ വേതനമാണ്. ഒരു വർഷത്തെ 15 ദിവസത്തെ വേതനം, നെക്സ്റ്റ് വർഷത്തെ 15 ദിവസത്തെ വേതനം, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വേജസ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്താണ് നമ്മൾ ഒരുപാട് നാൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഒരു 5 വർഷം എന്നല്ല, അവര് 10, 20, 30 അങ്ങനെ ഒരുപാട് വർഷം ഒരു എംപ്ലോയറുടെ കൂടെ തന്നെ വർക്ക് ചെയ്തവരുണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എംപ്ലോയിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള പേഴ്സൺസ് ഉണ്ടാവില്ലേ? ഓക്കെ, അതായത് ഒരുപാട് എന്താ പറയുന്ന ടൈമില് ജോലി ചെയ്യാൻ തുടങ്ങുന്ന അവസരം മുതല് ഒരുപാട് പേര് എന്താണ് തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്തവരുണ്ടാവും. അവർക്ക് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 18 years ആയപ്പോ തന്നെ അവര് അല്ലെങ്കിൽ അങ്ങനെ അല്ലെ അത്രയും നേരത്തെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയവരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് ഇത്തിരി കൂടി കൂടുതലായിരിക്കും അല്ലെ. ഓരോ വർഷം അവരെ 15 ദിവസത്തെ വേതനം വെച്ചിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണ് കൂടുതൽ എമൗണ്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഒരു വേറൊരു റെസ്ട്രിക്ഷൻസിന് കൂടി വരികയാണ്. എന്താണ് എന്താണ് പറയുന്നത്? ദെയർ ഓഫ് എക്സസ് ഓഫ് 6 months അല്ലെ. അവിടെ കൃത്യമായിട്ട് ഒരു 6 മാസത്തെ സാലറി അല്ലെ അതിനേക്കാൾ കൂടുതലാവാനും പാടില്ല. ഇൻ കേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ
ഒരു വർഷത്തില് 15 ദിവസത്തിന്റെ വേതനം വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഓരോ വർഷങ്ങളും ഒന്നിച്ച് ആഡ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും അവരുടെ വേതനത്തിന്റെ ഒരു 6 മാസത്തിന്റെ വേതനത്തിനേക്കാൾ കൂടുതലാവാനും പാടില്ലായിരുന്നു. വീണ്ടും അടുത്തൊരു സെന്റൻസിൽ പറയുന്നു, ഹെൻസ് വേജസ് മീൻസ് ദ ആവറേജ് ഓഫ് ബേസിക് പേ ലാസ്റ്റ് ഡ്രോൺ ബൈ ദ എംപ്ലോയി. അവിടെ എന്നിരുന്നാലും നമുക്ക് ഒരു ആവറേജ് പേയ്മെന്റ് അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം വ്യത്യസ്ത പേഴ്സണും വ്യത്യസ്ത രീതിയിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ചിലര് നേരത്തെ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ചിലര് ജസ്റ്റ് 5 വർഷം അല്ലെ വർക്ക് ചെയ്തവരുണ്ടാവാം, ചിലപ്പോ ഒരു 6 വർഷം അല്ലെങ്കിൽ 5.5 വർഷം അങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ. വ്യത്യസ്തത ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ. അപ്പൊ അതനുസരിച്ചിട്ട് അവരുടെ ഗ്രാറ്റുവിറ്റിയിലും വേരിയേഷൻ വരും. ഓക്കെ. അപ്പൊ അവിടെ പറയാണ് വേജസ് മീൻസ് ദ ആവറേജ് ഓഫ് ദ ബേസിക് പേ ലാസ്റ്റ് ഡ്രോൺ ബൈ ദ എംപ്ലോയി. നമുക്കറിയാം ഓക്കെ, പലരും പല ടൈമില് ജോയിൻ ചെയ്തവരായിരിക്കും. അപ്പൊ എന്താണ്, അതനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ശമ്പളത്തിലും വേരിയേഷൻ വരും. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ഓഫ് ആൻ എംപ്ലോയി ഷാൽ നോട്ട് എക്സീഡ് 20 months ഓഫ് വേജസ്. അവിടെ മാക്സിമം എമൗണ്ടിനും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ്, 20 മന്തില് അല്ലെ, ഒരു 20 monthsലെ വേജസിനേക്കാൾ അപ്പുറം ഒരിക്കലും പോവാനും പാടില്ല അല്ലെ. ഏറ്റവും മാക്സിമം എമൗണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. 20 monthsനേക്കാൾ കൂടുതലാവാനായിട്ടും പാടില്ല എന്നുള്ളത്. ഒരു വ്യക്തിയുടെ സാലറി എടുത്ത് നോക്കുമ്പോൾ എന്താണ്, അവർക്ക് 20 months നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ കൂട്ടി ജോയിൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് വർഷത്തെ കാലപ്പഴക്കം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഒരു 20 മാസത്തെ വേജസിനേക്കാളും കൂടുതലാവാനായിട്ടും പാടില്ല എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ാണ് ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്താ പറയാ, എക്സാമിന് ഇതിന്റെ പ്രോബ്ലം അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ആ ഇയർ എന്താണ് ഗ്രാറ്റുവിറ്റി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കാം. പക്ഷെ ഇപ്പോഴും ഗ്രാറ്റുവിറ്റി നമുക്കറിയാം, എപ്പോഴൊക്കെ എന്താണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. എന്നാലും ഈ ഒരു രീതിയൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതികൾ, ചില അമെന്റ്മെന്റ്സുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഇത്തരത്തിലുള്ള കുറെ രീതികളൊക്കെ അവിടെയും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ലാസ്റ്റ് റേഷ്യോ ആണ് പറഞ്ഞത്, അതായത് മാക്സിമം എമൗണ്ട്. അവിടെ ഒരു 6 മന്തിന്റെ ഒരു ആവറേജ് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. അതായത് അവിടെ ഒരു ആവറേജ് സാലറി അവർക്ക് കൊടുക്കണം എന്നുള്ളതിന്റെ ബേസിലാണ് ആ 6 മന്തിന്റെ കാര്യം പറയുന്നത്. പക്ഷെ ഇവിടെ മാക്സിമം എമൗണ്ടിന്റെ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോഴാണ് ആ 20 months അല്ലെ, ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേബിൾ ടു ആൻ എംപ്ലോയി ഷാൽ നോട്ട് എക്സീഡ് 20 months വേജസ്. അതായത് അവരുടെ 20 മാസത്തെ വേജിനേക്കാൾ അപ്പുറം ഒരിക്കലും ഓക്കെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ നമുക്ക് അതിൽ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് കുറെ വേരിയേഷൻ ഉണ്ട്. നമ്മൾക്കിപ്പോ എന്താ പറയാ, പുതിയ വേരിയസ് സ്ലാബ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അവിടെ ഒരു ഫോർമുല വെച്ച് തന്നെയാണ് ഇപ്പോ ഗ്രാറ്റുവിറ്റി ഒക്കെ കൊടുക്കുന്നത്. അതായത് അവര് ജോയിൻ ചെയ്ത ടൈമൊക്കെ വെച്ചിട്ട് അല്ലെ, ഒരു 5 year തുടർച്ചയായിട്ട് പൂർത്തിയാക്കിയതിനു ശേഷം അവരിപ്പോ പ്രസന്റിലി മേടിക്കുന്ന സാലറി ഒക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് നേരത്തെ ജോയിൻ ചെയ്ത സാലറി ഒക്കെ മാറ്റി എന്താണ് പ്രസന്റിലി, അത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അവിടെ ഒരു കൃത്യമായ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എനിക്കാണെങ്കിലും എന്താ പറയാ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പോഴത്തെ ഗ്രാറ്റുവിറ്റി റേറ്റ്. ഓക്കെ, എന്തായാലും ഗ്രാറ്റുവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലൊക്കെ, അതായത് വർക്കേഴ്സിനോടൊപ്പം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാരിതോഷികമാണ് അത്. ഇൻ കേസ് ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നതിന് കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ്. ഇൻ കേസ് അല്ല എങ്കിൽ നമുക്കറിയാം എന്താണ്, അവർക്ക് അതിനുള്ള അർഹതപ്പെടാനായിട്ട് അല്ലെ ഒരു സാധ്യതയില്ല. തുടർച്ചയായിട്ട് 5 year എങ്കിലും വർക്ക് ചെയ്ത് പോകുകയാണെങ്കിലാണ് അവർക്ക് അർഹതപ്പെടാനുള്ള സാധ്യതയുണ്ട്.
എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണെങ്കിലും പെൻഷൻ ബെനിഫിറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോഴത്തെ സ്ലാബുകളൊക്കെ വേരിയേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ സ്ലാബ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം ഇപ്പോഴത്തെ സ്ലാബ് കൂടി മനസ്സിലാക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കിട്ടും അല്ലെ. പക്ഷെ എക്സാമിന് ഇതൊന്നും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ജസ്റ്റ് എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടാനാണ് നിങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കാലഘട്ടം മാറുന്നത് അനുസരിച്ചിട്ട് തന്നെ ഭേദഗതികൾ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള റെഗുലേഷൻസ് എന്തായാലും ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്ന ടേംസുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ആണോ? ഗ്രാജുവേറ്റ് ക്ലിയർ ആയോ? ഭാഗത്തേക്ക് പോകാം. അവിടെ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കേട്ടോ. 10 or more persons അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അവിടെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് ഗ്രാറ്റുവിറ്റിയുടെ അണ്ടറിലേക്ക് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാതിരി തന്നെ ഉള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്പൽസറി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. അതേമാതിരി തന്നെ അല്ലെ, ഏതൊക്കെ തൊഴിലാളികൾക്ക് ഇതിന്റെ അർഹതയുണ്ട്, ഏതൊക്കെ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ നോട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ റയർ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ ഗ്രാറ്റുവിറ്റി ഏത് ടൈമിലാണ് അവർക്ക് അവൈലബിൾ ആകുന്നത് അല്ലെ. വ്യത്യസ്ത ടൈമുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് വരുന്ന റിട്ടയർമെന്റ് ടൈമിലൊക്കെയാണ് ഗ്രാറ്റുവിറ്റി വരുന്നത്. ഇയർ പ്രധാനപ്പെട്ടതാണ്. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതേമാതിരി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഒരു 5 year കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്സ്. This benefit is provided by some large organizations to their retired employees and their family members. ഇതും എന്താണ് നമുക്കറിയാം, റിട്ടയർ ചെയ്യുമ്പോഴൊക്കെ അല്ലെ നമുക്ക് അവർക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, നല്ല ആനുകൂല്യം കിട്ടുക എന്നുള്ള ഒരു കണ്ടീഷനിൽ, അതായത് മെഡിക്കൽ ആയിട്ടുള്ള ഒരു ആനുകൂല്യം കിട്ടുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. This benefits is provided by some large organization to their retired employees and their family members. നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സുകളൊന്നും കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇപ്പൊ വലിയ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. That medical service for employees are provided under the Employee State Insurance Scheme, ESIS. അതായത് ESI മുഖേനയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആ സ്കീം മുഖേനയാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ലഭ്യമാകുന്നത്. The Employees State Insurance Act 1948 has a provisions for certain benefits to employees in case of sickness, employment injury and maternity. അതായത് നമുക്കറിയാം ഈ ആക്ടിന്റെ കീഴില് ചില അസുഖങ്ങൾ അല്ലെ, ചില കേസ് അല്ലെ, എംപ്ലോയീസ് ഇൻ കേസസ് പല അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയിക്ക് ആ ടൈമിൽ ഉണ്ടാകുന്ന ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടൊക്കെ, അതല്ലെങ്കിൽ എന്താണ് മെറ്റേണിറ്റി അല്ലെ, പ്രസവ ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ആ എംപ്ലോയിക്ക് ലഭ്യമാകുന്നത്. The act has been made applicable to all non-seasonal factories. Later it was extended partially or wholly to an establishment or a class of establishments. അതായത് നമുക്കറിയാം അല്ലെ, ESIയുടെ ആ ഒരു അണ്ടറിൽ വരുമ്പോൾ ധാരാളം വ്യക്തികൾക്കെല്ലാം തന്നെ മറ്റ് ഏതൊക്കെ ഇതിൽ പെടാമോ അത്തരത്തിലുള്ള ലേബലുള്ള എല്ലാവർക്കും തന്നെ അതിന് അർഹതപ്പെടുന്നുണ്ട്. Then labor employed directly include the clerical staff is covered by this act. However, members of the armed force and any person
whose salary is in the aggregate exceeds rupees 500 a month are not covered under this act. ഇവിടെ ചില റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മന്ത്ലി സാലറി 500, ആ കാലഘട്ടം വെച്ച് തന്നെ നോക്കാം, 500 രൂപയേക്കാൾ കൂടുതൽ സാലറി കൈപ്പറ്റുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ആർമഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനെയും ഇത്തരത്തിലുള്ള ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ആർമഡ് ഫോഴ്സ് എന്നുള്ളതൊക്കെ അറിയാലോ അല്ലെ? അതായത് ഇന്ത്യൻ ആർമി അല്ലെ, അവിടെ അതിന്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ നേവി ആണെങ്കിൽ ഇന്ത്യൻ ആർമി ആണെങ്കിൽ ഇതെല്ലാം തന്നെ ആർമഡ് ഫോഴ്സിന്റെ ഉള്ളിൽ വരുന്നതാണ്. അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്നവരാണ്. അതേമാതിരി തന്നെ എന്താണ് 500 രൂപയൊക്കെ കൂടുതൽ സാലറി മേടിക്കുന്നവരെയും ഇത്തരത്തിലുള്ള ബെനിഫിറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. Then those insured under the scheme are entitled to receive medical aid, benefits in case of disablement, sickness and maternity, etc. അതായത് നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ബെനിഫിറ്റ്സ് ഇൻ കേസ് ഓഫ് ഡിസേബിൾമെന്റ്, സിക്നെസ് ആൻഡ് മെറ്റേണിറ്റി, പ്രസവ ചികിത്സയ്ക്കാണെങ്കിലും ചെറിയ അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലുമാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ് അർഹതപ്പെടുന്നുള്ളൂ. These benefits establish a lifelong relationship between the organization and its employee, extending even up to the post-retirement phase of life. അതായത് അവിടെ ആ ഒരു നല്ല ബന്ധം അല്ലെ, ഒരുപാട് വർഷത്തോളം നമ്മളോടൊപ്പം വർക്ക് ചെയ്തിരുന്നു ഉള്ള ആ ഒരു ബെനിഫിറ്റിന്റെ ബേസിലാണ് എന്താ അവിടെ എംപ്ലോയർ അല്ലെങ്കിൽ ആ സ്ഥാപനം ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കി. ഓക്കെ, ക്ലിയർ ആയോ മെഡിക്കൽ ബെനിഫിറ്റ്സ്? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ചോദിക്കാൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മെസ്സേജ് അയക്കാട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. നന്നായിട്ട് മെസ്സേജ് അയച്ചാലേ ഞങ്ങൾക്ക് അത് വിസിബിൾ ആവുള്ളൂ. കാരണം ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് എന്താണ്, നമുക്ക് എടുക്കാനുള്ള ഇതാണ് അല്ലെ, സ്ക്രീൻഷോട്ട് ഇതാണ് വിസിബിൾ ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴാണ് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. വായിച്ചു നോക്കിയോ? അതിന്റെ ആ ഒരു ഷോർട്ട് ഫോം, അത് അബ്രിവേഷൻ നിങ്ങൾ നോട്ട് ചെയ്തേര്, ഇയറും നോട്ട് ചെയ്തേര്. പൊതുവെ ഇതിൽ നിന്ന് കാണാറുള്ളത് ഇതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം 1948. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. പെൻഷൻ ബെനിഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെൻഷൻ ബെനിഫിറ്റ്സ്. The benefits which are covered under Employees Family Pension Scheme 1971 are as follows. അതായത് പെൻഷൻ ബെനിഫിറ്റുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പിന്നെ പറയുന്നത്. എന്താണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്? എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം 1971 അല്ലെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫാമിലി പെൻഷൻ ഉണ്ട്, കുടുംബ പെൻഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ 1971 അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. കുടുംബ പെൻഷന്റെ ഫസ്റ്റ് വരുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. ഇത് പറയുന്നത് എന്താണ്? ദിസ് ബെനിഫിറ്റ്സ് ഈസ് ദ ഫോം ഓഫ് ലംപ് സം ഗിവൺ subject to a maximum of 4,000 payable to a member on his normal retirement subject to a certain rules and regulations. അതായത് ചില നിബന്ധനകൾ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ നിബന്ധനകൾക്ക് അനുസരിച്ച് അടിസ്ഥാനത്തിൽ അവര് റിട്ടയർമെന്റ് ചെയ്തു പോകുമ്പോൾ, അവരുടെ തൊഴിലാളി റിട്ടയർ ചെയ്തു പോകുമ്പോൾ അവർക്ക് ലംസമായിട്ട് അല്ലെ വർക്കായിട്ട്, അതായത് ഒന്നിച്ച് ഒരു 4,000 രൂപയെങ്കിലും മാക്സിമം ഒരു 4,000 രൂപത്തോളമുള്ള എമൗണ്ട്, ലംസമായിട്ടുള്ള എമൗണ്ട് റിട്ടയർമെന്റിനോടനുബന്ധിച്ച് അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം അതൊന്നും നല്ല എമൗണ്ട് അല്ലെ. അപ്പൊ ആ കാലഘട്ടം അനുസരിച്ച് വേരിയേഷൻ വന്നു. അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സില് പ്രധാനമായിട്ടും പറയുന്നത് റിട്ടയർമെന്റ് ചെയ്യുന്ന കാലയളവില്
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതായത് നിയമ വ്യവസ്ഥകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇവര് എന്താണ് എന്തെങ്കിലുമൊക്കെ അതിക്രമം അല്ലെ, ജോലിയിലായിരിക്കുമ്പോൾ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് മുടിപ്പിച്ചിട്ടാണ് പോണെങ്കിലൊക്കെ ചിലപ്പോ ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ലായിരിക്കും. അഥവാ ഇൻ കേസ് അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കൊക്കെ വിധേയമായിട്ട് നല്ല രീതിയിലൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒന്നിച്ച് ബൾക്കായിട്ട് ഒരു എമൗണ്ട് കൈപ്പറ്റി തന്നെ പോകാവുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫാമിലി പെൻഷൻ. അവിടെ ഫാമിലി പെൻഷനും അർഹതപ്പെടുന്നുണ്ട്. അതായത് പെൻഷൻ ഈസ് ഗിവൺ ടു ദ ഫാമിലി ടു എ ഡിസീസ്ഡ് മെമ്പർ ഓഫ് ദ ഫണ്ട് അറ്റ് ദ ഫോളോയിങ് റേറ്റ്സ്. അതായത് അവിടെ കൃത്യമായിട്ട് താഴെ പറയുന്ന റേറ്റുകളിലാണ് ഈ ഫാമിലി പെൻഷൻസ് അനുവദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ നമുക്കറിയാം അല്ലെ, ഒരു PF കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരു എമൗണ്ട് കോൺട്രിബ്യൂഷൻ നടത്തണം, വേണ്ടേ? വേണ്ടി വരുമോ? അതായത് PF ഒക്കെ കിട്ടണമെങ്കിൽ എംപ്ലോയിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം, എംപ്ലോയറും ഒരു കോൺട്രിബ്യൂഷൻ ഇടും അല്ലേ, ഉണ്ടാവില്ലേ? അതായത് അവരുടെ സംഭാവനകളല്ലേ, അവരുടെ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ഇടും. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നിന്ന് വേരിയേഷൻ ഈ സ്ലാബിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും രണ്ടു കൂട്ടരും എന്താണ് അവരുടേതായ സംഭാവനകൾ അവിടെ കൊടുത്തിരിക്കണം, എങ്കിലാണ് നമ്മൾ അതിൽ മെമ്പർഷിപ്പ് ആവുന്നത് അല്ലെ, ഒരു PF-ന് അർഹതപ്പെടാനായിട്ടുള്ള സാധ്യത വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം PF ഒക്കെ മിക്ക സ്ഥാപനങ്ങളിലും മസ്റ്റായിട്ട് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ഇത് എന്താണ് നിയമത്തിന് കീഴിൽ തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഇന്ന മെമ്പേഴ്സ് ഉള്ള ഇത്രയും അംഗങ്ങളുള്ള സ്ഥാപനങ്ങളെല്ലാം PF നടത്തിക്കൊണ്ട് പോകേണ്ടത് തന്നെയാണ്. അപ്പൊ അവിടെ നോക്കാം, 12% of pay subject to a maximum of 150 per month to the family of a member who pay on which contribution to EPF is received is 800 and above. അതായത് PF-ലേക്ക് ഒരു 800 and above കിട്ടുന്നവര്, അതായത് ആ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ്, ആ കാലഘട്ടത്തിനെ വെച്ചിട്ട് ഒരു 800 രൂപ അതിൽ കൂടുതൽ അല്ലെ, അതിനേക്കാൾ കൂടുതൽ 800 രൂപയേക്കാൾ കൂടുതൽ PF-ല് നമ്മള് പേയ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ 12% ഓഫ് പേ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 150 പെർ മന്ത്. അതായത് 12% പേയുടെ 12% അല്ലെങ്കിൽ മാക്സിമം 150 പെർ മന്ത് അവർക്ക് ആ ഒരു ഫാമിലി മെമ്പറിന് അർഹതപ്പെടുന്ന പെൻഷനാണ്. കാരണം അവരുടെ അല്ലെ ജോലിയിലായിരിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു 800 രൂപയൊക്കെ കൂടുതൽ അവിടെ PF അല്ലെ അവിടെ കൈപ്പറ്റി പോയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ബേസിൽ തന്നെയാണ് അവർക്ക് PF പിന്നീട് അല്ലെ റിട്ടയർമെന്റിന് ശേഷം ആണെങ്കിലും PF അനുകൂലമായിട്ട് വരുന്നത്. അതനുസരിച്ചിട്ട് അതിന് ആനുപാതികമായിട്ടാണ് ഈ റേഷ്യോ വരുന്നത്. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഫാമിലി പെൻഷൻ കിട്ടുന്നതൊക്കെ ചിലർക്ക് വേരിയേഷൻ ഒക്കെ ഉണ്ടാവില്ലേ? ഫാമിലി പെൻഷനില് ഉണ്ടാവോ? ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം ഫാമിലി പെൻഷൻ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷനിലാണ് അല്ലെ ലഭ്യമാകുന്നത്. ചില ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള സ്ലാബ് വേരിയേഷൻസ് വരും. അതിന് കാരണം എന്തുകൊണ്ടാവും? അവര് ജോലിയിലായിരിക്കുന്ന ടൈമുകളില് PF-ല് ഒരു ഫണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ആ ഫണ്ട് എന്താണ്, അത് എത്രത്തോളമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് വീണ്ടും അവരുടെ ഫാമിലി പെൻഷനിൽ അവർക്ക് ലഭ്യമാക്കി കിട്ടുകയുള്ളൂ. പിന്നീടാണെങ്കിലും അത് ലഭ്യമാകുള്ളൂ. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഒരു സ്ലാബ് പറയുന്നത് എന്താണ്, 800 രൂപയൊക്കെ കൂടുതൽ പേയ്മെന്റ് ചെയ്തവർക്ക് 12% ഓഫ് സബ്ജക്ട് ഓഫ് മാക്സിമം ഓഫ് 150 പെർ മന്ത് ടു ഫാമിലി ഓഫ് എ മെമ്പർ ഹൂസ് പേ ഓൺ പേ വിച്ച് കോൺട്രിബ്യൂഷൻ EPF. EPF എന്ന് പറഞ്ഞാൽ എന്താണ്? EPF എന്താണ്? EPF എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, ആ ഒരു ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക. അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ EPF ഈസ് റിസീവ്ഡ് ഈസ് 800 and above. അത്രയുമാണ് എങ്കിലാണ് അവർക്ക് അത് ലഭ്യമാകുന്നത് അല്ലെ. ശമ്പളത്തിന്റെ 12% അല്ലെങ്കിൽ 150 അതില് ഏതാണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവർക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നത്. പക്ഷെ ആ ഒരു സ്ലാബ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവര് EPF-ല് ഒരു 800-നേക്കാൾ മേലെ എന്താണ് അവരുടെ മാസം ശമ്പളം കൊടുത്തിട്ടുണ്ടാവുക. ശമ്പളത്തിൽ നിന്നും ഒരു EPF ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും.
ഇനി നെക്സ്റ്റ് സ്ലാബ് നോക്കാം. 50% ഓഫ് പേ സബ്ജക്ട് ടു മാക്സിമം ഓഫ് 96 പെർ മന്ത്. അതായത് അവിടെ സ്ലാബ് വന്നിരിക്കുന്നത് 15%, അല്ലെ, പേയ്മെന്റിന്റെ 15%. അതല്ലെങ്കിൽ അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 96 പെർ മന്ത് ആണ്. അതിന്റെ കോൺട്രിബ്യൂഷൻ നോക്കുക. മിനിമം ഓഫ് 6 പെർ മന്ത് ടു ദ ഫാമിലി ഓഫ് എ മെമ്പർ ഹു പേ 200 പെർ മന്ത് ആൻഡ് എബോവ് ബട്ട് ബിലോ 800. അതായത് 800 രൂപയേക്കാൾ കൂടുതലാണ് അദ്ദേഹം PF കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ മിനിമം അദ്ദേഹം എന്താണ് 200 എങ്കിലും അവിടെ അടച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഇടയ്ക്ക് അതിനിടയ്ക്കുള്ള വേരിയേഷനിലാണ് അദ്ദേഹം എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവന PF കൊടുത്തിട്ടുണ്ട് ഉള്ള പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷന്റെ തുക എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 50% ഓഫ് പേ, അതല്ലെങ്കിൽ മാക്സിമം ഓഫ് 96 പെർ മന്ത് ആയിരിക്കും. ഓക്കെ, ഈ എന്താ പറയുന്ന കണക്കുകളെല്ലാം തന്നെ ഡിഫറെന്റ് ആണ് ഈ കാലഘട്ടത്തിന് അടിസ്ഥാനത്തിൽ. ഒരു കാര്യം പക്ഷെ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക, PF നമ്മൾ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു അതിന്റെ ബേസിൽ മാത്രമായിരിക്കും നമുക്ക് പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ഫാമിലി പെൻഷൻ കിട്ടുമ്പോൾ അർഹതപ്പെടാനുള്ള അർഹതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? റെഡി ചെയ്തിയോ? അവിടെ 3 സ്ലാബുകളുണ്ട്. അത് ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ തുക PF കോൺട്രിബ്യൂട്ട് ചെയ്തത്, രണ്ടാമതായിട്ട് ഒരു മിനിമം അല്ലെ മീഡിയം തുക, അതായത് 200-നേക്കാളും മേലെയും 800-നേക്കാളും ബിലോ അല്ലെ അതിനിടയ്ക്കുള്ള തുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തുകയും കൂടെ ഉണ്ട്, അതായത് 200-നേക്കാളും അല്ലെ അവിടെ പേ ഈസ് 200 പെർ മന്ത്. 200 മുതൽ അല്ലെ ആ ഒരു 200 രൂപയാണ് അവിടെ പെർ മന്തിൽ PF പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന്റെ സ്ലാബ് എന്ന് പറയുന്നത് 30% ഓഫ് പേ സബ്ജക്ട് ടു മിനിമം ഓഫ് 60 പെർ മന്ത്. 3 സ്ലാബുകളുണ്ട്. അതായത് ഇപ്പോഴും അതിനുള്ള സ്ലാബുകൾ ഉണ്ടാവും, പക്ഷെ എമൗണ്ടുകളൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ സ്ലാബ് 3 എണ്ണം ഉള്ളത് എന്താണോ ഒരെണ്ണം കൂടുതൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും മന്ത്ലി PF. ഒരെണ്ണം അതിന്റെ മീഡിയം അല്ലെ ഒരു മാക്സിമം എമൗണ്ടിനേക്കാളും മിനിമം എമൗണ്ടിനേക്കാളും ഇടയ്ക്കുള്ള സ്ലാബില് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും PF. ലാസ്റ്റ് വരുമ്പോൾ ഏറ്റവും മിനിമം തുക അല്ലെ ഒരു മിനിമം ഒരു 200 തുകയാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ആ മിനിമം തുകയായിരിക്കും PF കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള അർഹതയായിരിക്കും വീണ്ടും ഫാമിലി പെൻഷനിൽ ലഭ്യമാകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാട്ടോ. ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതിന്റെ നമുക്ക് ഈ എമൗണ്ടുകളൊന്നും പഠിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള റൂൾസുകൾ മനസ്സിലാക്കി പോകും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാല് ഇങ്ങനെയുള്ള എന്തെങ്കിലും നോട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു 3 സ്ലാബ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. മാക്സിമം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ടാവാം, മാക്സിമത്തിനും മിനിമത്തിനും ഇടയ്ക്ക് ഉള്ള എമൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ടാവാം PF. അതേമാതിരി തന്നെ മിനിമം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരും ഉണ്ടാവും PF. അതിന്റെ ബേസിലായിരിക്കും ഫാമിലി പെൻഷൻ ലഭ്യമാകുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇൻ കേസ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ലംസം എമൗണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ബെനിഫിറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംസം സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് ₹2000 പേയബിൾ ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ മെമ്പർ. അതായത് നമ്മൾ മെമ്പർ മരിക്കുകയാണ് എങ്കിൽ, എംപ്ലോയർ മരിക്കുകയാണെങ്കിൽ ഒരു ബൾക്കായിട്ട് ഒരു എമൗണ്ട് അദ്ദേഹത്തിന് ലഭ്യമാകും. അതായത് ആ കാലഘട്ടത്തിന്റെ സ്ലാബ് അനുസരിച്ചിട്ട് 2000 രൂപ ലംസമായിട്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് എന്താണ് ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്നുള്ള ആ ഒരു ബേസിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭ്യമാക്കുമെന്നുള്ളതാണ്. ബെനിഫിറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംസം സബ്സിഡി ടു എ മാക്സിമം 2000 പേയബിൾ ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ മെമ്പർ. ക്ലിയർ അല്ലേ? റിട്ടയർമെന്റിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു 4000 കൊടുക്കുന്നു എന്ന് പറഞ്ഞ മാതിരി മരണത്തിനോടനുബന്ധിച്ച് ഇവർക്ക് ഒരു ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുന്നു. അതിന്റെ ഒരു മിനിമം ആ ഒരു റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാം ഈ കാലഘട്ടത്തിൽ വേരിയേഷൻ വന്നിട്ടുണ്ടാവും ആ എമൗണ്ടിന്റെ കാര്യത്തിൽ. പക്ഷെ ഇത്തരത്തിലുള്ള ഇതുകളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഈ ഒരു
പാക്കേജുകളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. നെക്സ്റ്റ് നോക്കുമ്പോൾ വിഡ്രോവൽ ബെനിഫിറ്റ്സ്. അതായത് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പിൻവലിക്കൽ ആനുകൂല്യം അല്ലെ. അതായത് നമ്മൾ ഇൻ കേസ് നമുക്കറിയാം റിട്ടയർമെന്റ് മരണം അല്ലാത്ത സമയത്ത് അതിന് മുമ്പ് ചിലപ്പോൾ പിൻവലിച്ച് രാജിവെച്ച് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. It is the form of a lump sum amount payable to the member on leaving the service before his retirement age, subject to fulfillment of certain conditions. അവിടെ നമുക്കറിയാം എന്താണ് നേരത്തെ നമ്മൾ റിട്ടയർമെന്റിന്റെ സമയത്ത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ 4000 കൊടുത്തു എന്ന് പറഞ്ഞ മാതിരി തന്നെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വോളണ്ടറി ആയിട്ട് ഇങ്ങനെ റിട്ടയർമെന്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലംസം എമൗണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൈപ്പറ്റാവുന്നതാണ്. എമൗണ്ടിന്റെ കാര്യമൊന്നും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം എല്ലാ എമൗണ്ടും പറഞ്ഞാൽ തന്നെയും ഈ കാലഘട്ടത്തിലൊക്കെ വേരിയേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ അങ്ങനെ ഒരു ലംസം എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ലംസം എമൗണ്ട് payable to the member on leaving the service before his retirement age. അല്ലെ, റിട്ടയർമെന്റ് ഏജിന് മുമ്പ് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് എങ്കിൽ ലംസം എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ്, അറിയിക്കുന്നതാണ്. സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസിന് നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ ഒരു ലംസം എമൗണ്ട്. ഓക്കെ ആണോ? നമ്മളെ കുറച്ച് ഭാഗം എടുത്തുള്ളൂ. ഓക്കെ ആണോ? ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. നമുക്ക് ഇത്രയും സ്ലോവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അങ്ങോട്ട് നീങ്ങിയില്ല. കുറച്ചും കൂടി എടുത്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ്. അതായത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളൊക്കെ നിയന്ത്രിച്ചു പോകണം അല്ലെ. നമുക്കറിയാം ഏതൊരു എംപ്ലോയറിനെ സംബന്ധിച്ച് അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ സ്വമേധയാ കൊടുക്കണമെന്നുള്ളത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി കൊടുക്കുന്നു. പക്ഷെ ചിലതൊക്കെ നമുക്കറിയാം മസ്റ്റായിട്ട് ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടായാൽ ചിലതൊക്കെ മസ്റ്റായിട്ട് തന്നെ ആ ഒരു ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ എന്താണ് നിയമത്തിന് കീഴിൽ വ്യവസ്ഥയുള്ളത് കൊണ്ടും ബെനിഫിറ്റുകൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളെല്ലാം ഈ സർവീസുകളെല്ലാം തന്നെ ഒന്ന് മാനേജ് ചെയ്തു പോകണം അല്ലെ. ഇൻ കേസ് അത് മാനേജ് ചെയ്യാതെ ഒരു നല്ല നിയന്ത്രണത്തിന് വിധേയമല്ലാതെ കുറെ ബെനിഫിറ്റ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാപനത്തെ സംബന്ധിച്ച് ഗുണമാണോ നിർദോഷമാണോ ഉണ്ടാവുക? കുറെ പാക്കേജസും കുറെ ബെനിഫിറ്റ്സുകളൊക്കെ ഇങ്ങനെ എംപ്ലോയീസിന് കുറെ കൊടുക്കുന്നുണ്ട്. അവര് സാറ്റിസ്ഫൈഡ് ആക്കി കമ്പനി നഷ്ടത്തിലാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെ നല്ല രീതിയിൽ ഒരു സ്റ്റഡി ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞ ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ. ചിലത് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അത് തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ല ചിലതൊക്കെ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഇതില് കൂടുതലായിട്ട് എടുത്ത് പറയുന്നത്. നമ്മളതിനെ ഒരു നിയന്ത്രണ വിധേയമാക്കണം അല്ലെ. Due to the fact that the different types of benefits are an integral part of the total reward system, there must be match between the benefit plans and the organization objectives of the firm. അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ബെനിഫിറ്റുകൾ അല്ലെ അതെല്ലാം പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അല്ലെ. അവിഭാജ്യ ഘടകമാണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്. നമുക്കറിയാം അവിടെ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്യുകയുള്ളൂ. അവര് എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണമെന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. There must be match between benefit plans and the organization objectives of the firm അല്ലെ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ബെനിഫിറ്റുകളെല്ലാം ഓർഗനൈസേഷന്റെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അല്ലെ മാച്ച് ചെയ്തു പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പാക്കേജുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ചിലപ്പോൾ നമുക്കറിയാം ഓവർ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ ഒരുപാട് നമ്മൾ ഫിനാൻഷ്യലി മുടക്കിയിട്ട് റിട്ടേൺസ് കിട്ടുകയില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനത്തിൽ അത് നഷ്ടത്തിലേക്ക് നയിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റഗ്രൽ പാർട്ട് അതായത് അഭിവാജ്യ ഘടകമാണ് ഇങ്ങനെ ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അവിടെ മാച്ചബിൾ ആണോ എന്നുള്ളത് മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.
These goals can be fulfilled by establishing operational objectives for the benefit plans and then creating such a plan which has the capabilities of meeting these objectives. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോഴേ എന്താണ് അവിടെ പ്രധാനമായിട്ട് അല്ലെ ഈ ഗോളുകളെല്ലാം അതിന് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ അല്ലെ പ്ലാനുകളൊക്കെ സൃഷ്ടിക്കണം. കേസ് അങ്ങനെയൊക്കെ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് അതിന്റെ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആ ഒരു പദ്ധതി കൊണ്ട് ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്താനും നമുക്ക് റിസൾട്ട് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ള ഒരു മെത്തേഡിലേക്ക് എത്തിപ്പെടണം. ഓക്കെ, ഒരു ചിന്തയില്ലാതെ ഒരു അല്ലെ ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ റിവാർഡുകൾ ഒന്നും പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പദ്ധതികളൊക്കെ എന്താണ് മുന്നിട്ട് വരണം, പദ്ധതികളൊക്കെ ആലോചിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്യാം അല്ലെ. അതിനുശേഷമാണ് ഇങ്ങനെ സൃഷ്ടിക്കേണ്ടത് ബെനിഫിറ്റുകളിൽ നിന്ന് അവാർഡുകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള സൃഷ്ടിക്കൽപ്പനയൊക്കെ നടത്താനായിട്ട് പാടുള്ളൂ. In certain cases, the appropriate designing of these types of benefits plans is seen as a one-time decision making rather than as a continuous developing process. ചില സമയങ്ങളിലൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താണ് ഡെവലപ്പിംഗ് പ്രോസസ് അല്ലെ. നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നോളജ് ഒക്കെ വികസിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടണം എന്നില്ല. ഒരു വൺ ടൈം ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടണം അല്ലെ. ഒരു സമയത്ത് ആ ഒരു നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബെനിഫിറ്റ് പാക്കേജ് ആയിട്ട് അവശേഷിക്കും. ചിലപ്പോൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അവിടെയുള്ള എംപ്ലോയീസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നോളജോ അല്ലെങ്കിൽ സ്കില്ലോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടണമെന്നില്ല. So the appropriate designing of these types of benefits plans is seen as a one-time decision making rather than as a continuous developing process. In fact, the benefit plans which are suitable for the workforce of previous years may not provide the same results for the present or future employees. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ഒരു നേരത്തെ പ്രീവിയസ് ഇയറിലൊക്കെ പ്രഖ്യാപിച്ചു എന്ന് വെച്ച് അത് തന്നെ പ്രസന്റ് ഇയറിലോ നിലവിലുള്ള ഇയറിലോ ഫ്യൂച്ചറിലോ ചിലപ്പോൾ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് അതായത് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അത് ആ ടൈമിലായിരിക്കും ചിലപ്പോൾ അത് സൂട്ടബിൾ ആയിട്ട് വന്നത്. അപ്പൊ പ്രസന്റ് ഇയറിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ചിലപ്പോൾ ആണെങ്കിൽ അതിന് അല്ലെ ഇച്ചിരി കൂടി പ്രാബല്യത്തിൽ അതിന്റെ ആവശ്യകത ഉണ്ടായെന്ന് വരില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് അല്ലെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ചിലപ്പോൾ നമുക്കറിയാം ട്രാവലിംഗ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ പക്ഷെ ഓൺ ഹോമിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പൊ ചിലപ്പോൾ ആ അലവൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അലവൻസുകളൊക്കെ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് വരേണ്ടത്. ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. യഥാർത്ഥത്തില് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു ബെനിഫിറ്റ് പാക്കേജ് തന്നെ ഫോളോ ചെയ്തത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവണമെന്നില്ല പ്രസന്റിലും ഫ്യൂച്ചറിലൊക്കെ. കാരണം അത് ആ കാലഘട്ടത്തിന് മാത്രം അനുയോജ്യമായ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആയിരിക്കും. ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഒരു ഇന്റഗ്രൽ പാർട്ട് എന്ന് വെച്ചാൽ നല്ല അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? Next നോക്കുകയാണെങ്കിൽ there must be a proper administration of benefits and service by the organizations as there can be incidents of lawsuits and civil penalties for these organizations which do not properly administer benefit and services. അതായത് ചിലപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ കണ്ടായിരുന്നു 10 തൊഴിലാളികളുണ്ട്, അതിൽ കൂടുതലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി അനുവദിക്കണം, PF ഉണ്ടായിരിക്കണം, അങ്ങനെ പല പാക്കേജുകളൊക്കെ മസ്റ്റായിട്ട് തന്നെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തില്ല എങ്കിൽ എന്താണ് ചിലപ്പോ ഒക്കെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും ഇല്ലേ? ഉണ്ടാവില്ലേ? നോക്കി അണ്ടറിൽ വരേണ്ടതായിട്ട് വരും അല്ലെ. അറിയാം. ഓക്കെ, അപ്പൊ ചില സ്ഥാപനങ്ങളിൽ അത്രയും അംഗങ്ങൾ അപ്പൊ അതും കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ ഭരണകർത്താക്കൾ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ചിലതെല്ലാം ഈ എംപ്ലോയീസിന് അർഹതപ്പെട്ടതാണ് അല്ലെ.
അർഹതപ്പെട്ടത് കൊടുത്തില്ല എങ്കിൽ നിയമങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. There must be proper administration of benefits and services by the organization. These can be incidents of lawsuits and civil penalties for the organizations which do not properly administer benefits and services. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒന്നും അവിടെയുള്ള എംപ്ലോയീസിനൊന്നും കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ലോയുടെ മുമ്പിൽ അതിനനുസരിച്ചുള്ള പെനാൽറ്റി കാര്യങ്ങളൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ഫേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ഹയറിംഗ് എ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ക്യാൻ പ്രൂവ് ടു ബി ലാസ്റ്റ് കോസ്റ്റ്ലി സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മളുടെ പ്രാധാന്യം വരുന്നത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഒക്കെ പ്രാധാന്യം വരുന്നത് അറിയാം. ഇതിലെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയി അങ്ങനെ ലോയുടെ കീഴിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെയാണെങ്കിൽ ചെറിയ കോസ്റ്റ്ലി ഒക്കെ ആയിട്ട് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനൊക്കെ മസ്റ്റായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ചില പാകപ്പിഴകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ മാതിരി ചില അവർക്ക് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രീവിയസ് ഫോളോ ചെയ്തെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് അവർക്ക് കൊടുക്കണം. അത് മാത്രമല്ല നിയമവ്യവസ്ഥകളൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജറൊക്കെ ചെറിയ രീതിയിൽ പൈസ ചെലവാക്കിയൊക്കെ ഓരോ സ്ഥാപനങ്ങൾ നിർത്തുന്നതും അനുയോജ്യമാണ് അല്ലെ. നല്ലൊരു സൊല്യൂഷൻ ആണ്. The activities of developing and managing the benefits of our employees are taken care of by the benefits administrator. അപ്പൊ നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ അദ്ദേഹത്തിന്റെ പവറിലുള്ളവര് അവർക്ക് തീർച്ചയായിട്ടും എന്താണ് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. തീർച്ചയായിട്ടും മാനേജ്മെന്റിനൊക്കെ ഇൻഫോം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇന്ന ബെനിഫിറ്റ്സുകളൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പൊ തൊഴിലാളികളുടെ വർക്കും അല്ലെങ്കിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് പോകണം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരില്ല. നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി എടുക്കാനുള്ള ടൈമില്ല. ശുദ്ധവശങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ എടുത്ത് പോട്ടെ. ഇവിടെയും ഭാഗം തീരുള്ളൂ. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു മിനിറ്റേ ഉള്ളൂ. He is also responsible for communicating to the employee about the manner in which the benefit programs functions along with the different standards which must be met by employee to acquire these benefits. അപ്പോൾ നമ്മൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കണ്ടീഷനുകളല്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടിനും ഇടയിൽ വർത്തിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസ് ടു അക്വയർ ദീസ് ബെനിഫിറ്റ്സ് അവർക്ക് മസ്റ്റായിട്ടും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല സ്റ്റാൻഡേർഡ് അല്ലെ നല്ല ഒരു മാനദണ്ഡത്തിന്റെ ബേസിലൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ എംപ്ലോയീസിൽ നിന്ന് നല്ല റിട്ടേൺ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇപ്പൊ മാനേജർ അല്ലെ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു ആശയവിനിമയത്തോട് കൂടിയിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ he is also responsible for communicating to the employee about the manner in which the benefit programs functions along with the different standards which must be met by an employee to acquire these benefits. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സുകളാണ് ഇവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. അത് എങ്ങനെ അവർക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത് നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആശയവിനിമയമൊക്കെ നടത്തി സമ്പാദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. In most of the large organizations, benefit administration is a part of the human resource department. മിക്കവാറും വലിയ വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കാര്യനിർവഹണമൊക്കെ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. On the other hand, in small organizations, the responsibility for benefits administrator is assigned to the individuals of a different division or areas. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യനിർവഹണത്തിന് ഓരോ ഇൻഡിവിജ്വൽസിനെ സ്പെസിഫൈ ചെയ്ത് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടാവും. അവരായിരിക്കും ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. Most of the time, the benefit administrator is involved in the coordinating of the existing benefits plan. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനും ഒരു ഏകോപനം വേണം അല്ലെ.
അപ്പൊ അതൊക്കെ നിർവഹിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരായിരിക്കും. ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചത് പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ക്ലിയർ ചെയ്യാം. താങ്ക് യു. ടൈമായി അടുത്ത ക്ലാസ്സിന് റെഡിയാണ്. ബൈ. താങ്ക് യു.